السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോ സ്പന്ദനങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്താണ് മദ്യവും മയക്കുമരുന്നും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് അപകടകരവണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശക്തരായ മയക്കുമരുന്ന് മാഫിയകൾ കേരളത്തിൽ ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മളുള്ളത്. ലഹരി വസ്തുക്കളുടെ മികച്ച മാർക്കറ്റായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളം ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ്. ഓരോ വർഷവും കേരളത്തിൽ നിന്ന് പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവും കേസുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന FIRകളിൽ 5ൽ 1 മയക്കുമരുന്ന് കേസുകളാണ് എന്നാണ്. മയക്കുമരുന്ന് ലഹരിയിൽ നൊന്ത് പ്രസവിച്ച സ്വന്തം മാതാവിനെ കൊലക്ക് ഇരയാക്കിയ സംഭവം നമ്മൾ കേട്ടു, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന്. അതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ മയക്കുമരുന്ന് അടിമപ്പെട്ട് വനിതാ യുവ ഡോക്ടറെ കുത്തിക്കൊന്ന സംഭവം. ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള. 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു വർഷം 1 ലക്ഷത്തോളം മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. 2021 കേന്ദ്ര ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയിലെ 16 കോടി പേര് മദ്യം ഉപയോഗിക്കുന്നവരാണ്. 1.18 കോടി പേര് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം 30% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. കേരളത്തെ മയക്കുമരുന്നിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. കൊച്ചി ലക്ഷ്യമാക്കി വന്ന ഇറാനിയൻ കപ്പലിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നിൻ്റെ വിപണി മൂലം 25,000 കോടിയിലേറെ രൂപ വരുമെന്നാണ്. 5 നക്ഷത്ര ഹോട്ടലുകളിൽ നടിമാർക്കും മോഡലുകൾക്കും മറ്റും അവരൊക്കെ പങ്കെടുക്കുന്ന DJ പാർട്ടികളിൽ അവിഭാജ്യ ഘടകമാണ് മയക്കുമരുന്ന്. യുവാക്കളെയും വിദ്യാർത്ഥികളെയുമാണ് ലഹരി മരുന്ന് മാഫിയ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. LP തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നാണ്.
കേരളത്തിലെ 400ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്ത് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകളിലാണ് കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇവരുടെ പ്രധാന വിപണന കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ 40% പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്ന പുകവലിയോടെയാണ് ഇവർ മയക്കുമരുന്നിലേക്ക് തുടക്കം കുറിക്കുന്നത്. 21 വയസ്സിൽ താഴെയുള്ള 200ഓളം പേരെ 2021-22 കാലഘട്ടത്തിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്ന. ഈ വർഷം കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡുകളിൽ 6587 പേരാണ് പിടിയിലായത്. കുറച്ചു മുമ്പാണ് കണ്ണൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന 14കാരിയായ ഒരു വിദ്യാർത്ഥിനി ഒരു ചാനലിന് മുമ്പിൽ ഞെട്ടിക്കുന്ന കഥ വെളിപ്പെടുത്തിയത്. ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള ഒരു ആൺകുട്ടി മയക്കുമരുന്ന് നൽകി അവരെ പീഡിപ്പിച്ച കഥയാണ്. ഇതേപോലെ 11ഓളം വിദ്യാർത്ഥിനികളെ ഇവൻ ഇതേമാതിരി ലഹരി വസ്തുക്കൾ നൽകി പരിധിയിലാക്കി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. മാത്രമല്ല, ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നത് ഏറ്റവും വീര്യം കൂടിയ സിന്തറ്റിക് ലഹരിയാണ് എന്ന. കഞ്ചാവ് പോലെയുള്ളവ ഇപ്പോൾ യുവാക്കൾ ഉപയോഗിക്കുന്നില്ല. അത് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. യുവാക്കൾക്ക് കൂടുതൽ സമയം മയക്കം ലഭിക്കുന്ന മരുന്നുകൾ ലഭിക്കണം. MDMA പോലെയുള്ള, അതുപോലെ തന്നെ LSD പോലെയുള്ള മരുന്നുകൾ. MDMA ഇത് ഉപയോഗിച്ച് അരമണിക്കൂറിനുള്ളിൽ അത് അയാളുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നുണ്ട്. 8 മണിക്കൂർ വരെ ലഹരി ലഭിക്കുന്ന സിന്തറ്റിക് ലഹരിയാണ്, രാസലായനിയാണ് MDMA എന്നുള്ളത്. ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം വൃക്കയെയും ഹൃദയത്തെയും ബാധിക്കുകയും ക്രമേണ അയാൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുമെന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MDMA ഉപയോഗിക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം കേരളത്തിനാണ് എന്നാണ്. കഴിഞ്ഞൊരു വർഷം കേരളത്തിൽ പിടികൂടിയത് 15 കിലോഗ്രാം MDMA ആണ്. അതേപോലെ തന്നെ LSD സ്റ്റാമ്പ് രൂപത്തിലുള്ളത് നാവിനടിയിൽ വെച്ചാൽ അരമണിക്കൂറിനുള്ളിൽ അവൻ്റെ നാഡീവ്യൂഹങ്ങളെ ലഹരി ബാധിക്കും. 20 മണിക്കൂറാണ് അത് നീണ്ടു നിൽക്കുന്നത് എന്നാണ്. വിദ്യാർത്ഥികൾ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് വീടുകളിൽ നിന്നുമുള്ള അവഗണന, സ്നേഹം ലഭിക്കാതെ വളരുന്ന മക്കൾ, ഭാര്യാഭർത്താക്കന്മാർ വേർപിരിഞ്ഞ മക്കൾ, കലഹിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉള്ള കുടുംബത്തിലെ കുട്ടികൾ സമൂഹത്തോട് നിഷേധാത്മക നയത്തിലാണ് അവർ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി മയക്കുമരുന്നിലേക്ക് നീങ്ങിയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ സ്വാധീനം, കൂട്ടുകാർ നിർബന്ധിച്ച് കുട്ടികളെ മയക്കുമരുന്നിൻ്റെ വലയിൽ അകപ്പെടുത്തുക. മയക്കുമരുന്ന് മാഫിയ വിദ്യാർത്ഥികളെ വലയിലാക്കുന്നത് സ്കൂൾ വിടുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ഫ്രീ ലിഫ്റ്റാണ്. അതിന് തയ്യാറായും കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കി നിൽക്കുന്ന ഒരുപാട് ഇത്തരം ഏജൻസികൾ നമുക്ക് വിദ്യാലയങ്ങൾക്ക് ചുറ്റും കാണാം. വിദ്യാർത്ഥികളുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് 30% ആരംഭിക്കുന്നത് ഇത്തരം ഫ്രീ ലിഫ്റ്റ് സൗഹൃദങ്ങളിലൂടെയാണ്. ആൺകുട്ടികളുടെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളുടെ 18% ഈ സൗഹൃദത്തിൽ നിന്നാണ് എന്നാണ് ചൈൽഡ് ലൈൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ ബോധവൽക്കരണം നൽകേണ്ടത് അനിവാര്യമാണ്. അപരിചിതരായ ആളുകളുടെ വാഹനങ്ങളുടെ ലിഫ്റ്റ് സ്വീകരിക്കരുത് എന്ന് കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകമായി ബോധവൽക്കരണം നൽകണമെന്നാണ്. മയക്കുമരുന്ന് ക്യാൻസറിനേക്കാൾ വേഗത്തിൽ മനുഷ്യനെ കാർന്നു തിന്നുന്ന മാരക വിപത്താണ്. യുവാക്കളുടെ സർഗശേഷി നശിപ്പിച്ച് അവരെ ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്ന് വൃദ്ധരാക്കുന്നു. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ഭാവനാലോകത്ത് ജീവിക്കുന്നവരാക്കി അവരെ മാറ്റുകയാണ്. പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് അവർ ജീവച്ഛവങ്ങളാക്കുകയാണ്. മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവും സ്വഭാവരംഗങ്ങളിലുമെല്ലാം തന്നെ ഈ മയക്കുമരുന്ന് ഇടപെടുന്നുണ്ട്. പ്രകൃതിയുടെ മതമായ വിശുദ്ധ ഇസ്ലാം ഇത്തരം പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ട്. മനുഷ്യവർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ആകൃതിയിലും ഏറ്റവും നല്ല രൂപത്തിലും പക്വതയിലും പാകതയിലുമാണ്. അവൻ ആഹാരിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണവും ശ്വസിക്കുവാൻ ശുദ്ധവായുവും കുടിക്കുവാൻ ശുദ്ധജലവും അള്ളാഹു അവന് നൽകേണ്ടായി എന്നാണ്. ഖുർആനിലെ
16-ാം അധ്യായം സൂറത്ത് നഹലിലെ 114-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫക്കുലു മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വഷ്കുറൂ നിഅമതല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ തിന്നണം, മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വസ്തുക്കൾ ഹലാലൻ അനുവദനീയമായതും ത്വയ്യിബൻ നിങ്ങളുടെ ശരീരത്തിന് പോഷകമായ നല്ല വസ്തുക്കളുമാണ് നൽകുന്നത്. പ്രവാചകൻ്റെ ദൗത്യം എന്താണ് വിശദീകരിക്കുന്ന 7-ാം അധ്യായം അറാഫിലെ 157-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നു, പ്രവാചകൻ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വിശ്വാസികൾക്ക് നല്ലത് ഹലാലാക്കുകയും മോശപ്പെട്ടത് ഹറാമാക്കുകയും ചെയ്യുന്നു പ്രവാചകൻ എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ പറയുന്നുണ്ട്, കുല്ലുമാ അഹല്ലല്ലാഹു തആല ഫഹുവ ത്വയ്യിബുൻ, അള്ളാഹു എന്തെല്ലാം ഹലാലാക്കിയോ അത് നല്ലതാണ്, നാഫിയുൻ മനുഷ്യൻ്റെ ശരീരത്തിന് പ്രയോജനപ്രദമായതാണ്, അവൻ്റെ ശരീരത്തിനും അവൻ്റെ മതത്തിലുമൊക്കെ. അള്ളാഹു എന്തൊക്കെ ഹറാമാക്കിയോ അത് മോശമാണ്, അവൻ്റെ ശരീരത്തിന് ഉപദ്രവകരമാണ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹു അവന് നൽകിയ ഹലാലായ നല്ല ഭക്ഷണം കഴിച്ച് അവൻ്റെ നല്ല വായുവും ശുദ്ധജലവും ഉപയോഗിച്ച് നന്ദിയുള്ള ഒരു അടിമയായി ഇവിടെ ജീവിക്കുക, ആ സ്വച്ഛമായ പ്രകൃതിയിൽ അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. അതുപോലെ അള്ളാഹു അവന് കനിഞ്ഞേകിയ ബുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബുദ്ധിശക്തിയും സംസാരശക്തിയുമാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് കാത്തു സൂക്ഷിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്ലുർ റജുലി അഖലുഹു, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞത് അവൻ്റെ ബുദ്ധിയാണ്. വഹസബുഹു ദീനുഹു, അവൻ്റെ തറവാട് അവൻ്റെ മതമാണ്. മുറൂഅത്തുഹു ഖുലുഖു, അവൻ്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞത് അവൻ്റെ സ്വഭാവമാണ് എന്നാണ്. അതിനാൽ ബുദ്ധിയുടെ പ്രകൃതിദത്തമായ സ്വാഭാവികത നാം കാത്തു സൂക്ഷിക്കണം. അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. ലഹരി വസ്തുക്കൾ, നാർക്കോട്ടിക് എന്നുള്ളത് ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടയുന്നതാണ്. എന്താണ് മുഖദ്ദറാത്ത് അഥവാ നാർക്കോട്ടിക്, ലഹരി വസ്തുക്കൾ? മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ ഇവ കടന്ന് ബോധമണ്ഡലത്തിന് മയക്കമോ അല്ലെങ്കിൽ ഉത്തേജനമോ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതോ ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടയുന്നത് ആയ എല്ലാ വസ്തുക്കൾക്കും ലഹരി വസ്തുക്കൾ എന്ന് പറയാമെന്നാണ്. അതിൻ്റെ ഉപയോഗം മൂലം മനുഷ്യൻ്റെ മാനസിക, ശാരീരിക, സാമൂഹിക തലങ്ങളെ അത് സ്വാധീനിക്കുന്നു എന്നാണ്. അള്ളാഹു നൽകിയ മനുഷ്യബുദ്ധി തകർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസൽമാർ എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി അൻ കുല്ലി മുസ്കിരിൻ വ മുഫത്തിരിൻ, എല്ലാ ലഹരി വസ്തുക്കളും ബുദ്ധിയെ തളർത്തുന്ന എല്ലാ വസ്തുക്കളും ഇസ്ലാം ഇതാ ഹറാമാക്കിയിരിക്കുന്നു. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, മദ്യം നിങ്ങൾ ഉപേക്ഷിക്കണം, അത് എല്ലാ തിന്മയുടെയും താക്കോലാകുന്നു എന്നാണ്. 5-ാം അധ്യായം മാഇദയിലെ 90-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അതുപോലെ തന്നെ പ്രശ്നം വെക്കുന്ന അമ്പുകളുമെല്ലാം രജിസും മിൻ അമലി ശൈത്താൻ, പിശാചിൻ്റെ മ്ലേച്ഛ പ്രവർത്തനങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കണമെന്നാണ്. ഇപ്പോൾ ഖംറ്, ജിത്തനിബുൽ ഖംറ, ഖംറ് എന്ന വാക്കിൻ്റെ അർത്ഥം കള്ള് എന്ന് മാത്രമല്ല, ഖമറ എന്ന വാക്കിൻ്റെ അറബിയിലെ അർത്ഥം മറച്ചു വെക്കുക, മൂടി വെക്കുക എന്നാണ്. അപ്പോൾ ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ മൂടി വെക്കുകയും അതിനിൽ നിന്നും അതില്ലാതാക്കുകയും ചെയ്യുന്ന എല്ലാറ്റിനും ഖംറ് എന്ന് പറയാമെന്ന ഉമർ ഖത്താബ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പോൾ ഇവരുപയോഗിക്കുന്ന കഞ്ചാവ്, MDMA, LSD ഒക്കെ തുടങ്ങിയവ എല്ലാം തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മ്ലേച്ഛമായ പ്രവർത്തനമാണ്. സൂറത്ത് ആറാഫിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ലഹറ മിന്നാ വമാ ബതൻ, എൻ്റെ റബ്ബ് എല്ലാ നീചവൃത്തികളെയും നിരോധിച്ചിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് പ്രത്യക്ഷമായതാവട്ടെ പരോക്ഷമായതാവട്ടെ എല്ലാം റബ്ബ് നിരോധിച്ചിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ലഹരി വസ്തുക്കൾ, മനുഷ്യൻ്റെ ബുദ്ധിയെ തകർക്കുന്ന, അതിനെ മൂടിക്കളയുന്ന എല്ലാ ലഹരി വസ്തുക്കളുടെ മുഴുവൻ ഇനങ്ങളും ഇസ്ലാം ഹറാമാക്കി. അത് ഖര രൂപത്തിലുള്ളതായാലും ശരി, ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ളതായാലും ശരി, ഭക്ഷ്യവസ്തുവായാലും പാനീയമായാലും വാസനിക്കുന്നതായാലും ഇഞ്ചക്ഷനായാലും ഒക്കെ, അല്ലേ?
ലാ ഉഹില്ലു മുസ്കിരം വൈൻകാന ഖുബ്സൻ വൈൻകാന മാഅൻ, ഒരു ലഹരി വസ്തുവിനെ ഞാൻ അനുവദനീയമാക്കുകയില്ല. അത് ഖരവസ്തുവാവട്ടെ അത് ദ്രാവകമാവട്ടെ ഏതായാലും ഞാൻ അനുവദനീയമാക്കുകയില്ല എന്നാണ്. ഇത്രയും കർശനമായി ഇസ്ലാം ഈ ലഹരി വസ്തുക്കൾ നിരോധിക്കുവാനുണ്ടായ കാരണം അത് മനുഷ്യൻ്റെ മാനസിക, ശാരീരിക, സാമൂഹിക രംഗങ്ങളിലെല്ലാം തന്നെ തകർത്ത് കളയുന്നു എന്നാണ്. മാനസികമായി മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങളെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ബാധിക്കുന്നതിനാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിലുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഓർമ്മശക്തി കുറയുകയും ചെയ്യുമെന്നാണ്. മാനസിക അസ്വസ്ഥതകളും ടെൻഷനുകളും പിരിമുറുക്കങ്ങളും ഇവരെ ബാധിക്കും. ഇത് വർദ്ധിച്ച് കൂടുതലായി ചില ആളുകൾ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും, ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ അള്ളാഹു കനിഞ്ഞേകിയ ബുദ്ധിശക്തിയെ ഇവർ കരുതിക്കൂട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശാരീരികമായി മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി മയക്കുമരുന്ന് ഉപയോഗം മൂലം നഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാ രോഗങ്ങളും ഇത്തരം ആളുകളെ പിടികൂടുന്നു. ശരീരം ക്ഷയിച്ചുകൊണ്ട് ക്ഷീണിച്ചു പോകുന്നു എന്നാണ്. സ്വഭാവപരമായി ഏറ്റവും മോശമായ സ്വഭാവത്തിൻ്റെ ആളുകളായി ഇവർ മാറുന്നു. മ്ലേച്ഛമായ എല്ലാ സ്വഭാവങ്ങളും ഇവർ പ്രകടിപ്പിക്കുന്നു. കളവ്, കൊലപാതകം, ചതി, വഞ്ചന, വ്യഭിചാരമൊക്കെ ഇവർ നടത്തും. മയക്കുമരുന്നിന് പണം കിട്ടാതെ വരുമ്പോൾ മോഷണം നടത്തും. മയക്കുമരുന്ന് ഉപയോഗിച്ച് അവർ സ്വന്തം അമ്മയെ വരെ കൊന്ന കഥകൾ നമ്മൾ അറിഞ്ഞല്ലോ. ഇങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളും അടിമയായി ഏറ്റവും മോശം സ്വഭാവത്തിൻ്റെ ഉടമകളായി അവർ മാറും. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മയക്കുമരുന്ന് എന്നുള്ളത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. സാമ്പത്തിക രംഗത്ത് ഇത്തരം ആളുകൾ തങ്ങളുടെ സമ്പത്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമായി ഉപയോഗിക്കുന്നതിനാൽ സാമ്പത്തികമായി ഇവർ തകർന്നു പോകും. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെലവഴിക്കാൻ പണം ലഭിക്കാതെ പോകുന്നു. അവരുടെ ഭക്ഷണവും അവരുടെ പഠനവും ആരോഗ്യവും എല്ലാം ഇവർ അവഗണിക്കും. അവർ നിരാലംബരായി മാറുന്ന ആ മക്കൾ. സാമൂഹികമായി ഇത്തരം ആളുടെ കുടുംബം ശിഥിലമാകുന്നതിനാൽ അവരുടെ മക്കൾ സമൂഹത്തിന് പ്രശ്നം സൃഷ്ടിക്കുന്നു. ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് സമൂഹത്തിലെ കുറ്റവാളികളും കൊലയാളികളുമായുമൊക്കെ വരുന്നത് ഇത്തരം കുടുംബങ്ങളുടെ മക്കളാണ് എന്നാണ്. അപ്പോൾ ഇത്തരമൊരവസ്ഥക്ക് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങളിത് അവസാനിപ്പിക്കുന്നവരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ഇതിനുള്ള പരിഹാരം, മയക്കുമരുന്നുള്ള പരിഹാരം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലേ? ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം ജനങ്ങൾക്ക് നമ്മൾ നൽകണം എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളുമായി, ഇതിനെ വിഭാടനം ചെയ്യാനുള്ള പദ്ധതികളുമായി നമ്മൾ സഹകരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും നിയമപാലകരും മാധ്യമപ്രവർത്തകരും എല്ലാം ഒത്തൊരുമിച്ച് ഒന്നായി ഇതിനെതിരിൽ നീങ്ങണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്നേഹം നൽകി വളർത്തണം. സ്നേഹം ലഭിക്കാത്ത കുട്ടികളാണ് സ്നേഹം ലഭിക്കുന്ന കൂട്ടുകാരിലേക്കും ഇത്തരം ഗ്യാങ്ങിലേക്കുമൊക്കെ പെട്ടെന്ന് ആകർഷരാകുന്നത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരവസ്ഥയിൽ കുട്ടിയോട് നമ്മൾ പെരുമാറുക. അവൻ്റെ കൂട്ടുകാരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറെ നേരം മൂകരായിരിക്കുന്ന കുട്ടികളെയും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കുട്ടികളെയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നന്നായി പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടികളെ എന്നാണ്. അധികം കാശ് കുട്ടികൾ പോക്കറ്റ് മണി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാത്രിയിൽ ഏറെ വൈകി വരുന്ന സ്വഭാവമുണ്ടെങ്കിലുമൊക്കെ ആ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ഒരു സൂചന നൽകിയാൽ അത് നമ്മൾ പരിശോധിക്കാൻ തയ്യാറാവണം. അതല്ലാതെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ നിരീക്ഷിക്കണം. അസ്വാഭാവികമായ പെരുമാറ്റം കുട്ടികളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കുകയും വേണമെന്നാണ്. വെറും പഠിപ്പിക്കൽ മാത്രമല്ല അധ്യാപകൻ്റെ ജോലി. കുട്ടിയുടെ എല്ലാ രംഗങ്ങളിലും അധ്യാപകൻ ഇടപെടണം. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ ലഹരിക്കെതിരെ ശബ്ദം ഉയർന്നു വരണം. അവരെ അതിന് പ്രാപ്തരാക്കണം. സ്റ്റുഡൻസ്, പോലീസ് കാഡറ്റ്, SPC, NCC, സ്കൗട്ട് പോലെയുള്ള വിദ്യാർത്ഥി സംഘങ്ങളുടെ സേവനം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ്. പൊതുസമൂഹം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങളെ കണ്ടെത്താൻ പൊതുസമൂഹത്തിന് കഴിയും. അവരെ നിയമപാലകർക്ക് മുമ്പിൽ എത്തിക്കണം.
അതുപോലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകണം. മൗനവും നിസ്സംഗതയും അപകടം ചെയ്യുമെന്ന സ്കൂളിൻ്റെ അടുത്തുള്ള കടകൾ നമ്മൾ ശ്രദ്ധിക്കണം. മയക്കുമരുന്ന് വിൽക്കുന്ന കടകളാണോ എന്ന്. ഇതിലൊക്കെ പൊതുസമൂഹത്തിന് പലതും ചെയ്യാൻ കഴിയും. നിയമപാലകരും മാധ്യമപ്രവർത്തകരും അവരുടെ പങ്ക് നിർവഹിക്കണം. മയക്കുമരുന്ന് ലോബിയും പോലീസും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പിക്കണം. അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ ഒരു പരിധിവരെ ഈ മഹാവിപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലൻ അൻ റഅയ്യത്തി. എല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരെ എല്ലാവരോടും ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. മയക്കുമരുന്ന് അടിമകളായ ആളുകളെ അഡിക്ഷൻ സെൻ്ററുകളിൽ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ വിമുക്തി കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ തേടുക. അങ്ങനെ ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം, പ്രതിരോധം ഇവയിലൂടെ മാത്രമാണ് ഈ മഹാവിപത്തിനെ നമുക്ക് തടയുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ അറിയുക. അതിനൊക്കെ പുറമെ അള്ളാഹുവിനെക്കുറിച്ച് ഭയവും ഭക്തിയും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. അത്തരം ക്ലാസ്സുകളിൽ അവരെ നമ്മൾ പങ്കെടുപ്പിക്കുക. അങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പടച്ചവനെക്കുറിച്ചുള്ള പേടിയും ഭയവും ഒക്കെ ഉണ്ടായാലാണ് കുട്ടികൾ ഈ രൂപത്തിൽ നല്ലൊരു പാന്താവിലേക്ക് വഴിയിലേക്ക് അവർ വരികയുള്ളൂ. നമ്മൾ സ്കൂളിലെ ക്ലാസ് ഉണ്ട്, SLC-ക്കാരനാണ്, അതുകൊണ്ട് അവന് മതപരമായ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സമയമല്ല എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയാൽ അത്തരം കുട്ടികളാണ്, അറിവ് ലഭിക്കാത്ത മതബോധമില്ലാത്ത കുട്ടികളാണ് വഴിതെറ്റിപ്പോകാൻ കൂടുതൽ സാധ്യത. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. എൻ്റെ സ്മരണയിൽ നിന്ന് ആര് തിരിഞ്ഞു പോയോ അവന് കുടുസായ ജീവിതമാണ് ഉള്ളത്. അത്തരം ആളുകളാണ് അത്തരം മയക്കുമരുന്ന് ലോബിയുടെ ഈ ഗ്യാങ്ങിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ജാഗരൂകരായിരിക്കുക. നമ്മളെ കുട്ടികളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മഹാവിപത്തിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദീനി ചിട്ടയിൽ വളരുന്ന മാതാപിതാക്കൾക്ക് കുളിർമ നൽകുന്ന മക്കളാക്കി അവരെ അള്ളാഹു മാറ്റുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകം കൊണ്ട് വിഷമിക്കുന്നവർക്ക് റബ്ബ് തആല ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر. الله يعلم ما تصنعون.